ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ചാമ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ദ ചാമ്പ് മീൻസ് വിന്നർ, വിജയി. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഫേമസ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഗിരിജ റാണി. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഗിരിജ റാണിയാണ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് രഞ്ജിത്ത് ആൻഡ് അമാൻ എൻക്വയറിങ് രാധ അബൌട്ട് ഹെർ സ്വിമ്മിങ് സ്കിൽസ്. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് രാധയോട് അവളുടെ കസിൻസ് ആയിട്ടുള്ള രഞ്ജിത്തും അമാനും നീന്തലിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാധ വാസ് എ സ്മോൾ ഹിൽ ടൗൺ ഗേൾ ഫ്രം UP. രാധ ഉത്തർപ്രദേശിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. ഹു ഹാഡ് കം ടു വിസിറ്റ് ഹെർ ഓണ്ട്. അവളുടെ ആൻറ്റിയുടെ അടുത്തോട്ട് വന്നതാണ്. ആൻഡ് സ്പെൻഡ് ഹെർ സമ്മർ വെക്കേഷൻ. അവളുടെ സമ്മർ വെക്കേഷന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ആൻറ്റിയുടെ അടുത്തോട്ട് വന്നത്. ബാക്ക് അറ്റ് ഹോം, അവളുടെ വീട്ടിൽ ഷീ യൂസ്ഡ് ടു സ്വിം എവറി ഡേ. ഏകദേശം എല്ലാ ദിവസവും അവൾ നീന്തുമായിരുന്നു. ആസ് ഷീ ലിവ്ഡ് ഓൺ ദ ബാങ്ക്സ്, അവൾ ജീവിക്കുന്നത് റിവർ ബാങ്ക്സിലാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ നദീതീരങ്ങളിലാണ് അവൾ ജീവിക്കുന്നത്. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് എ പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് സ്വിമ്മിങ്. പക്ഷേ അവൾക്ക് പ്രത്യേക തരം സ്റ്റൈലൊന്നുമില്ല നീന്തുന്നതിന്. അതാണ് ഇവർ ചോദിക്കുന്നത്, ഇവൾ ഏത് സ്റ്റൈലിലാണ് സ്വിമ്മ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ ഡോണ്ട് നോ ദാറ്റ് ഷീ ലേൺഡ് സ്വിമ്മിങ് ഈവൻ ബിഫോർ ഷീ ലേൺ ടു വാക്ക്. പക്ഷെ അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എന്താണ്? രാധ നടക്കാൻ പഠിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നീന്തലാണ് പഠിച്ചിട്ടുള്ളത്. കാരണം അവൾ ജീവിക്കുന്നത് റിവറിൻ്റെ സൈഡിലാണ്. അപ്പോൾ നടക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവൾ നീന്തലാണ് പഠിച്ചിട്ടുള്ളത്. രാധാസ് ഓണ്ട് ആസ്ക്ഡ് ഹെർ സൺസ് ടു ടേക്ക് രാധ ടു ദെയർ സ്വിമ്മിംഗ് ക്ലബ്ബ്. രാധയുടെ ആൻറ്റി, അതായത് അമാൻ്റെയും രഞ്ജിത്തിൻ്റെയും അമ്മ അവരോട് രാധയും കൂടെ അവരുടെ കൂടെ സ്വിമ്മിംഗ് ക്ലബ്ബിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട്. ബട്ട് സിൻസ് ദേ വെർ അഫ്രേഡ് ടു ഡിസൊബേ ഹെർ. പക്ഷേ അവർക്ക് അമ്മയെ അനുസരിക്കാതിരിക്കാനും വയ്യ. ദേ കെയിം അപ്പ് വിത്ത് ആൻ എക്സ്ക്യൂസ്. അവരൊരു എക്സ്ക്യൂസ് പറയാണ്. ദാറ്റ് ഇൻ ദെയർ ക്ലബ് എവറി വൺ മസ്റ്റ് ഹാവ് എ സ്വിമ്മിങ് കോസ്റ്റ്യൂം വിച്ച് രാധ ഡിഡിൻറ്റ് ഹാവ്. അവരെന്താ പറയുന്നത്? സ്വിമ്മിങ് ക്ലബ്ബിൽ എല്ലാവരും സ്വിമ്മിങ് കോസ്റ്റ്യൂം, നമ്മൾ നീന്തുമ്പോൾ ഇടുന്നൊരു കോസ്റ്റ്യൂമില്ലേ, പ്രത്യേക ടൈപ്പ് കോസ്റ്റ്യൂം, ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടാണ് സ്വിമ്മിങ് ക്ലബ്ബിൽ എല്ലാവരും ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാധയ്ക്ക് സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് പറയാണ്. അവർക്ക് രാധയെ അവരുടെ കൂടെ സ്വിമ്മിങ് ക്ലബ്ബിലോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും രാധയെ കൊണ്ടുപോകാതെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസ് എന്താണ്? രാധയ്ക്ക് സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് പറയുന്നുണ്ട്. ദ ബോയ്സ് വെൻറ്റ് ആസ് സൂൺ ആസ് ദെയർ ഫ്രണ്ട്സ് അറൈവ്ഡ്. പിന്നീട് അവരുടെ ഫ്രണ്ട്സ് വന്ന നേരത്തെ അവർ പോയി. ലീവിങ് രാധ ടു വാച്ച് TV വിത്ത് ഹെർ ഓണ്ട്. അങ്ങനെ രാധയെ കൊണ്ടുപോകാതെ പോയി അല്ലേ. രാധ എന്താ ചെയ്യുന്നത്? രാധ പിന്നീട് ആൻറ്റിയുടെ കൂടെ TV കാണാനിരുന്നു. രാധ ഹിഡ് ഹെർ സാഡ്നെസ് ഫ്രം ഹെർ ഓണ്ട്. രാധ അവളുടെ ആ ഒരു സങ്കടം ആൻറ്റിയുടെ അടുത്ത് നിന്നും മറച്ചു വെച്ചു. ഹിഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. ആൻഡ് സെഡ് ദാറ്റ് ഷീ വാസൻ ഇൻട്രസ്റ്റഡ് എനിവേ. എന്നിട്ട് അവളൊരു കള്ളം പറഞ്ഞു. എന്താണ്? അവൾക്ക് പോകാൻ താല്പര്യമില്ല, ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു എന്നവളൊരു കള്ളവും പറഞ്ഞു. രാധ വാസ് വെരി എക്സൈറ്റഡ് വെൻ ആഫ്റ്റർ ക്ലാസ് 8 എക്സാംസ് ഹെർ ഓണ്ട് ഇൻവൈറ്റഡ് ഹെർ ടു സ്പെൻഡ് സമ്മർ വെക്കേഷൻ ഇൻ ഡൽഹി. രാധയുടെ 8ാം ക്ലാസ്സിലെ എക്സാംസ് കഴിഞ്ഞതിന് ശേഷം രാധ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം എന്താണ്? അവളുടെ ഓണ്ട് അവളെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. അപ്പോൾ രാധ താമസിക്കുന്നത് എവിടെയാണ്? UP, ഉത്തർപ്രദേശിലാണ്. രാധയുടെ ആൻറ്റി രഞ്ജിത്തും അമാനും ആൻറ്റിയും എല്ലാം താമസിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ എക്സാമിന് ശേഷം സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ഡൽഹിയിലോട്ടൊരു ക്ഷണം കിട്ടുകയാണ്. ഷീ ലുക്ക്ഡ് ഫോർവേഡ് ടു ഇറ്റ്. അവൾ ആ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ആസ് ഷീ ഹാഡ് നെവർ ബീൻ ഔട്ട് ഓഫ് ഹെർ സ്മോൾ ടൗൺ. കാരണം എന്താണ്? അവളൊരിക്കലും അവളുടെ ആ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. ഹെർ കസിൻസ് വെർ ഓൾമോസ്റ്റ് ഹെർ ഏജ്. അവളുടെ കസിൻസായ രഞ്ജിത്തും അമാനുമൊക്കെ ഏകദേശം അവളുടെ സെയിം ഏജ് തന്നെയായിരുന്നു. ബട്ട് ഈവൻ ആഫ്റ്റർ എ വീക്ക് ഷീ കുഡിൻറ്റ് ഗെറ്റ് അലോങ് വിത്ത് ദം ആൻഡ് ഫെൽറ്റ് ലോൺലി. പക്ഷെ വന്ന് ഒരാഴ്ച ആയപ്പോഴേക്കും അവൾക്ക് ആകെ നിരാശയും ഒറ്റപ്പെടുന്ന പോലെയൊക്കെ തോന്നി. അവൾക്ക് അവരോടൊപ്പം കൂട്ടുകൂടാനൊന്നും പറ്റുന്നില്ല. ഹെർ കസിൻസ് ആൻഡ് ദെയർ ഫ്രണ്ട്സ് ഹാഡ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. അവളുടെ കസിൻസിനും അവരുടെ ഫ്രണ്ട്സിനൊക്കെ വേറെ ഇൻട്രസ്റ്റാണ്. ആൻഡ് ഷീ ഫെൽറ്റ് ലോസ്റ്റ് എമംഗ് ദം. അവരുടെ ഇടയിൽ അവൾക്ക് ഒറ്റപ്പെട്ട പോലൊരു ഫീൽ തോന്നി. ബട്ട് വെൻ ഷീ ഹേർഡ് ദേ വർ ഗോയിങ് സ്വിമ്മിങ്
പക്ഷേ അവർ നീന്തലിന് പോവുകയാണ് എന്ന് കേട്ടപ്പോൾ ഷീ വാണ്ടഡ് ടു ഗോ ടു, അവൾക്കും കൂടെ പോകണം. ബട്ട് ദർ ഓൾസോ ഹെർ കസിൻസ് ഡിസപ്പോയിൻറ്റഡ് ഹെർ, അവിടെയും അവളുടെ കസിൻസ് അവരെ ഡിസപ്പോയിൻറ്റഡ്, നിരാശപ്പെടുത്തിയല്ലേ. അവൾക്ക് നന്നായിട്ട് നീന്തൽ അറിയാം, അപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷെ അവിടെയും അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവർ കൊണ്ടുപോവാതെയാണ് പോയത്. രാധാസ് അങ്കിൾ ഹാഡ് അനൗൺസ്ഡ് ദാറ്റ് ഹി വിൽ ടേക്ക് എവ്രിവൺ ടു പിക്നിക് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ യമുന ഓൺ സാറ്റർഡേ. അങ്ങനെ ഒരു ദിവസം രാധയുടെ അങ്കിള് വന്ന സമയത്ത് പറയാണ്, എല്ലാവരെയും അടുത്ത സാറ്റർഡേ ഒരു പിക്നിക്, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ട്? ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി റിവർ യമുന നദിയുടെ തീരത്തോട്ട് ആണ് പോകുന്നത്. ദ ചിൽഡ്രൻ വേർ വെരി എക്സൈറ്റഡ് ഇൻക്ലൂഡിങ് രാധയുൾപ്പെടെ എല്ലാ കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ്, ആവേശത്തിലായല്ലേ. ഓൺ ദ ഡേ ഓഫ് ദി പിക്നിക്, അങ്ങനെ ആ പിക്നിക് ദിവസം ദ വെദർ വാസ് പ്ലസൻറ്റ്, അന്നത്തെ ആ ഒരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു. ആൻഡ് എ കൂൾ ബ്രീസ് ബ്ലൂ, നല്ല തണുത്തൊരു കാറ്റും വീശി. ദ പ്ലേസ് വാസ് അറ്റ് ദ ഫുട് ഹിൽ ഓഫ് ശിവാലിക്, ഈ പ്ലേസ് വരുന്നത് ശിവാലിക് എന്ന കുന്നിൻ ചെരുവിലാണ്. ആഫ്റ്റർ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ദ ഗ്രോണപ്സ് ഗോട്ട് ബിസി വിത്ത് ദെയർ കാർഡ്സ്, മുതിർന്നവരെല്ലാം കാർഡ് കൊണ്ട് ഗെയിംസ് കളിക്കാനൊക്കെ തുടങ്ങി. ആൻഡ് ദ കിഡ്സ് എക്സ്പ്ലോർഡ് ദ സറൗണ്ടിങ്, കുട്ടികൾ അടുത്തുള്ള ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, അതായത് ചുറ്റിക്കറങ്ങി നടക്കാൻ പോയി. രാധ കെയിം ബാക്ക് ആൻഡ് സെറ്റിൽ ഡൗൺ ഓൺ എ ബിഗ് റോക്ക്, രാധ കുറച്ചു നേരം അവരുടെ കൂടെ പോയെങ്കിലും തിരിച്ചു വന്നിട്ട് ഒരു വലിയ പാറയുടെ മുകളിൽ ഇരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് റീഡിങ് ആസ് ഷീ ഫെൽറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദി അതർ കിഡ്സ്, മറ്റുള്ളവരിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയപ്പോൾ രാധ തിരിച്ചു വന്നിട്ട് അവളുടെ ബുക്ക് വായിക്കാൻ തുടങ്ങി. സൂൺ ദ അതർ കിഡ്സ് വോർ ദെയർ സ്വിമ്മിങ് കോസ്റ്റ്യൂംസ് ആൻഡ് വെൻ ഇൻ ടു ദ വാട്ടർ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ അവരുടെ സ്വിമ്മിങ് കോസ്റ്റ്യൂമൊക്കെ ധരിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി. രാധ വാച്ച്ഡ് ദം എൻജോയ്, അവർ എൻജോയ് ചെയ്യുന്നതൊക്കെ രാധ നോക്കി നിന്നു. ആൻഡ് സോ അമാൻ ഗെറ്റിംഗ് എ ലിറ്റിൽ ടു ഡീപ്പ് ഇൻ ടു ദ വാട്ടേഴ്സ്, അങ്ങനെ അവൾ എന്താ കാണുന്നത്? അമാന് ഈ റിവറിലെ വെള്ളത്തിലെ ആഴത്തിലോട്ട് പോകുന്നത് കണ്ടു. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴം. ഷീ വാണ്ട് ഹെർ ഫ്രം ഫാർ, അവൾ ദൂരെ നിന്നും അവനെ വാൺ ചെയ്തു, അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞു കൊടുത്തു. ബട്ട് ഹീ ഡിഡൻ ലിസൺ ആൻഡ് റിപ്ലൈഡ് റൂഡ്ലി, അവനത് കേട്ടില്ല. ആൻഡ് അവളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുകയും ചെയ്തു. സൂൺ അമാൻ ഗോട്ട് കോട്ട് അപ്പ് ഇൻ ദ കറൻറ്റ്, അങ്ങനെ അമാന് ആ ഒരു കറൻറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിൽ പെട്ടുപോയി. ആൻഡ് വാസ് ഗെറ്റിംഗ് ക്യാരീഡ് അവേ ഇൻ ദ മിഡിൽ ഓഫ് ദ റിവർ, ആ ഒരു ഒഴുക്ക് അവനെയും കൊണ്ട് റിവറിൻ്റെ നടുവിലോട്ട് പോകുകയാണ്. എവരിവൺ വാസ് ഷൗട്ടിങ്, എല്ലാവരും ഷൗട്ടിങ്, ആർത്ത് വിളിക്കുന്നുണ്ട്. ബട്ട് നോ വൺ ഡെയർഡ് ടു ജമ്പ് ഇൻ ടു ദ കറൻറ്റ്, പക്ഷെ ആർക്കും ആ ഒരു ഒഴുക്കിലോട്ട് എടുത്ത് ചാടാൻ ധൈര്യം വന്നില്ല. രാധ ജംപ്ഡ് ക്വിക്ക്ലി ഇൻ ടു ദ വാട്ടർ, രാധ പെട്ടെന്ന് ആ വെള്ളത്തിലോട്ട് എടുത്തു ചാടി. രാധ ഡിഡിൻ ഫൈൻഡ് സ്വിമ്മിങ് എഗെയിൻസ്റ്റ് ദ കറൻറ്റ് ആസ് ഡിഫിക്കൽട്ട്, രാധയ്ക്ക് ഈ ഒരു ഒഴുക്കിന് എതിരെ നീന്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. ആസ് ബാക്ക് അറ്റ് ഹോം ഷീ യൂസ്ഡ് ടു ഡു ദാറ്റ് എവറി ഡേ, കാരണം എന്താണ്, അവളുടെ വീട്ടിൽ എല്ലാ ദിവസവും അവൾ ഇങ്ങനത്തെ ഒഴുക്കിനെ പ്രതിരോധിച്ചു കൊണ്ടാണ് നീന്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്കത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സൂൺ രാധ കോട്ടപ്പ് വിത്ത് അമാൻ, അങ്ങനെ രാധ അമാനെ പിടിച്ചു. ആൻഡ് ക്യാരീഡ് ഹിം വിത്ത് ഹെർ, അവനെയും കൊണ്ട് അവൾ വന്നു. വിത്ത് അമാൻസ് വെയ്റ്റ്, അമാൻ്റെ വെയ്റ്റ് കാരണം ഇറ്റ് വാസ് ടഫ് ഫോർ ഹെർ ടു സ്വിം എഗെയിൻസ്റ്റ് ദ കറൻറ്റ്, ആ ഒരു ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിട്ട് തോന്നി. കാരണം അമാനെയും കൊണ്ടിട്ടല്ല വരുന്നത്, അമാൻ്റെ വെയ്റ്റും ഉണ്ടല്ലോ ഇപ്പോൾ. ബട്ട് ഷീ യൂസ്ഡ് ഓൾ ഹെർ സ്ട്രെങ്ത് ടു റീച്ച് ദ റിവർ ബാങ്ക്, നദിയുടെ തീരത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് അവൾ അവളുടെ എല്ലാ ശക്തിയും എടുത്തു. ബൈ ദ ടൈം ദേ റീച്ച്ഡ് എ ബിഗ് ക്രൗഡ് ഹാഡ് ഗാദേർഡ്, രാധ അമാനെയും കൊണ്ട് എത്തിയപ്പോഴേക്കും അവിടെ വലിയൊരു ക്രൗഡ്, ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. ആൻഡ് പുൾഡ് ദം എവേ ഫ്രം ദ വാട്ടർ, ഇവരെ രണ്ടുപേരെയും ഈ ജനം വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി. രഞ്ജിത്ത് കെയിം അപ്പ് ടു ഹെർ ടു കോംപ്ലിമെൻറ്റ് ഹെർ ഓൺ ഹെർ സ്വിമ്മിങ് സ്കിൽസ്, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രഞ്ജിത്ത് അവളുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് അവളോട് പറയാണ് അവളുടെ സ്വിമ്മിങ് സ്കിൽസൊക്കെ നല്ലതാണ്, നല്ല രീതിയിൽ അവൾ സ്വിം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ്ക്ഡ് ഹെർ ടു ടീച്ച് ഹിം ടു സ്വിം ദാറ്റ് വേ, എന്നിട്ട് അവളോട് പറയാണ് അവനെയും കൂടെ അവൾ സ്വിം ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിൽ പഠിപ്പിക്കണം. ആൻഡ് ഹെൽഡ് ഔട്ട് ഹിസ് ഹാൻഡ് ടു ഹെർ, എന്നിട്ട് അവൻ്റെ കൈ അവൾക്ക് കൊടുക്കുകയാണ്.
സീയിങ് ദിസ് രാധാസ് ഫേസ് ഗ്ലോസ് വിത്ത് ഹാപ്പിനെസ്. ഇത് കണ്ടിട്ട് രാധക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം ഫസ്റ്റിലൊന്നും ഇവളോട് അത്ര കമ്പനി ആയിട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവളോട് കൂടുന്നതെല്ലാം കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി. സോ ദ സ്റ്റോറി ടീച്ചസ് അസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് സംവൺ ഇൻ നീഡ്. അപ്പോൾ ഈ സ്റ്റോറി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ആവശ്യഘട്ടത്തിൽ മറ്റൊരാളെ സഹായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹെൽപ്പ് ഈസ് എ വെരി സ്മോൾ വേർഡ്. ഹെൽപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു വാക്കാണ്. ദാറ്റ് ഹാസ് ഗ്രേറ്റർ ഡെപ്ത്സ് ഇൻ ഇറ്റ്. അതിൽ വലിയ ആഴത്തിലുള്ള മീനിങ്സ് ആണല്ലേ അതിനുള്ളത്. ഇഫ് വി ഹെൽപ്പ് സംവൺ ടുഡേ, നമ്മൾ ആരെങ്കിലും ഇന്ന് ഹെൽപ്പ് ചെയ്താൽ സംവൺ എൽസ് മൈറ്റ് ഹെൽപ്പ് അസ് വെൻ വി ആർ ഇൻ നീഡ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് മറ്റാരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടാവും. അതായത് ആരെങ്കിലും നമ്മൾ ഇന്ന് സഹായിച്ചാൽ നാളെ നമ്മളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാവും. ഹെൽപ്പിംഗ് വൺ അനദർ ഈസ് ദ ബേസിക് എസെൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളത്. സോ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞു തരുന്നത്. So hope you understood it. Thank you.